ആകാശവാണി. നമസ്കാരം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഈ ബില്ലിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറും പ്രമുഖ രാഷ്ട്രതന്ത്ര വിദഗ്ധനുമായ ജി ഗോപകുമാർ സാറാണ്. ഒപ്പം ഞാൻ സോഫിയ ഡാനിയൽ. സാർ, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും സമഗ്ര വികസനവും ലക്ഷ്യമിട്ടുള്ള VBG റാംജി ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്. 2005 നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് ഈ ബിൽ. സർ, വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിൽ പ്രാധാന്യം നൽകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? പ്രധാനമായും ഈ നിയമത്തിൽ കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 4 മേഖലകളുണ്ട്. അതിൽ ജലസുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാമീണ വികസനം മറ്റൊരു മേഖലയാണ്. മൂന്നാമതായി ഗ്രാമീണ മേഖലയിൽ തന്നെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. നാലാമത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് അത് വെള്ളപ്പൊക്കമാകാം, കെടുതിയാകാം, മറ്റ് രീതിയിലുള്ള ദാരിദ്ര്യ പ്രശ്നങ്ങൾ, കാലാവസ്ഥ കാരണം പ്രശ്നമുണ്ടാക്കുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള വ്യക്തമായ നടപടികളിൽ കൂടി കാലാവസ്ഥാ വ്യതിയാനവും അത് നടത്തുന്ന വെല്ലുവിളിയും നേരിട്ട് കൊണ്ടുള്ള പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുക, അതുവഴി കർഷകരുടെയും ഗ്രാമീണ മേഖലയുടെയും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഈ 4 മേഖലകളിലാണ് മാറ്റങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഈ ബില്ല് എത്രത്തോളം വ്യത്യസ്തമാകും എന്ന് നമുക്ക് പറയാൻ കഴിയും? 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സായതും 20 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അതിനെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട സാഹചര്യം വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് രാജ്യം എത്ര മുന്നോട്ട് പോയി, ജനങ്ങളുടെ ജീവിത സാഹചര്യം എത്ര വലുതായി എന്നുള്ളത്. മുൻപുണ്ടായിരുന്ന ആക്റ്റിൽ തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ടായിരുന്നു. അത് ഗ്രാമീണ രംഗത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു, പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തിന് മുന്നേറാനുള്ള സാഹചര്യമുണ്ടാക്കി. ആ നേട്ടങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ലോകത്തിലെ 2ാമത്തെ മിഡിൽ ക്ലാസ് ജീവിക്കുന്നൊരു രാജ്യമായി ഭാരതം മാറിയതും ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിലാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നൽകിയ സംഭാവനകൾ വളരെ ഗണ്യമാണ്. എന്നാൽ കാലം മാറിയതനുസരിച്ച് പുതിയ മേഖലകളിലേക്കുള്ള ഒരു മാറ്റം അനിവാര്യമാണ്. അത് എന്താണ് എന്ന് പ്രധാനമായി ചോദിച്ചാൽ, പഴയ കാലത്ത് കർഷക തൊഴിലാളികൾ ജോലിയില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും മിനിമം തൊഴിലവസരം നൽകുക എന്നതായിരുന്നു അതിലെ പ്രധാന ഉദ്ദേശമെങ്കിൽ ഇന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കർഷകരെ കൂടുതൽ ശാക്തീകരിക്കുക, സ്ത്രീ കർഷക തൊഴിലാളികളെ ഉൾപ്പെടെ കൂടുതൽ ശാക്തീകരിക്കുക, സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, ജലസുരക്ഷ ഉറപ്പിലാക്കുക, തൊഴിലവസരങ്ങൾ ഗ്രാമീണ തലത്തിൽ വർദ്ധിപ്പിക്കുക. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 100 ദിവസമായിരുന്നു മുമ്പ് തൊഴിലവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 125 ദിവസമായി മിനിമം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ 369 രൂപ ശമ്പളം വരെ എത്തി. അത് കൂടുന്നതല്ലാതെ ഇനിയുള്ള സാഹചര്യത്തിൽ കുറയാൻ പാടില്ല. ഈ 125 ദിവസം തൊഴിൽ ഉറപ്പായിട്ട് കിട്ടും എന്ന് വരുമ്പോൾ, നല്ല കൃഷിയുടെ സീസൺ വരുന്ന സമയത്ത്, ഞാനിത് പറയുന്നത് കേരളത്തിലെ മാത്രമല്ല ദേശീയതലത്തിൽ പലപ്പോഴും തൊഴിലാളികളെ കിട്ടാതെ വരുന്നൊരവസരം വരും. പക്ഷേ ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നേരത്തെ തന്നെ തൊഴിലുറപ്പ് 125 ദിവസം ഉള്ളതുകൊണ്ട് അവർ നിൽക്കുന്ന മേഖലയിൽ തന്നെ തുടർന്ന് നിൽക്കാനുള്ള അവസരവും സീസൺ വരുമ്പോൾ പരമാവധി ജോലി ചെയ്യാനുള്ള അവസരവും കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പഴയ പദ്ധതിയിൽ നിന്നും വ്യത്യാസമുള്ളത് എന്ന് ആമുഖമായി പറയാം. ഇപ്പോൾ ഈ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബില്ലിൽ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ അനുപാതം മാറുകയാണ്, 60-40 റേഷ്യോയിലോട്ട് ഇത് പോവുകയാണ്. അതെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരുന്നത്, ഇത് സാമ്പത്തികപരമായിട്ടൊരു ബാധ്യത കൂട്ടാൻ സാധ്യതയുണ്ടോ? മുൻപുള്ള പദ്ധതിക്കകത്ത് അത് പൂർണ്ണമായിട്ടും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്യാരണ്ടിയും അതിൻ്റെ സാമ്പത്തിക പിന്തുണയും നൽകുന്നത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയായിരുന്നു. നമ്മളിതൊരു ഫെഡറൽ രാജ്യമാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുള്ള ഒരു ഭരണ സംവിധാനമാണ്. മാത്രമല്ല, ഇത്തരം പദ്ധതികൾ ജനകീയ പദ്ധതികളാകുമ്പോൾ അത് കൂടുതൽ സുതാര്യമാകണം.
അതിൻ്റെ ചെലവ് വഹിക്കുന്നതിൽ പങ്കാളിയാവേണ്ട ഒരു ഉത്തരവാദിത്വവും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങൾക്കുണ്ട്. ഫെഡറലിസം എന്ന് പറയുന്നത് തന്നെ പരസ്പരം പങ്കാളിത്തത്തോടുകൂടി ഭരിക്കുക, സേവനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 40% സംസ്ഥാനങ്ങളും 60% കേന്ദ്രവും നൽകുന്ന ഒരു വ്യവസ്ഥയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം. നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള 7 മുതൽ 8 സംസ്ഥാനങ്ങൾക്കും ആസാം ഉൾപ്പെടെ, ഹിമാലയൻ സംസ്ഥാനങ്ങൾ 3 സംസ്ഥാനങ്ങൾക്കും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ ഈ കണക്ക് ഇങ്ങനെയല്ല. 90% കേന്ദ്രവും 10% സംസ്ഥാനവുമാണ്. അപ്പം സംസ്ഥാനങ്ങൾ ഓരോ സംസ്ഥാനത്തെയും ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ 10 സംസ്ഥാനങ്ങൾ എന്തായാലും ഹിമാലയൻ സംസ്ഥാനങ്ങളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും 10% ചിലവേ സംസ്ഥാനങ്ങൾ എടുക്കേണ്ടി, 90% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല, 60:40 എന്നുള്ളതാണ്. അപ്പോൾ ചിലവ് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്വവും അതിൻ്റെ മേലുള്ള നിയന്ത്രണത്തിലും സംസ്ഥാനങ്ങൾക്കും കൂടെ അവകാശം കിട്ടും. കൂടുതൽ സുതാര്യത, ട്രാൻസ്പെറൻസി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടബിലിറ്റി കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. ആ നിലയിൽ കൂട്ടുത്തരവാദിത്വം ഇവിടെ കാണാവുന്നതാണ്. കേന്ദ്ര പദ്ധതിയാണെങ്കിൽ പോലും ഇത് പലപ്പോഴും നടപ്പാക്കുന്നത് പഞ്ചായത്ത് തലത്തിലാണല്ലോ. അപ്പം പഞ്ചായത്തുകൾക്ക് കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമോ? ഇത് കൃഷിയിലാണ് ഈ തൊഴിൽ ദിനങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു മേഖല, അത് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പഞ്ചായത്തുകൾക്ക് കാണുമോ? നിശ്ചയമായും അതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. പഴയതുപോലെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പാറ്റേൺ അല്ല. അങ്ങനെ ഏകീകൃത സ്വഭാവമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് പല പദ്ധതികളും ഉത്തർപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമുള്ള വലിയ വലിയ സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ ഇപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളായ കേരളത്തിലും മറ്റും കർണാടകയിലും അങ്ങനെ ചെറിയ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും അവർ നൽകുന്ന ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിർബന്ധമായും കൊണ്ടുവന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഏകീകൃത സ്വഭാവത്തിൽ കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ നമുക്കിവിടെ ഗുണം ചെയ്യാതെയായി. ഉദാഹരണമായിട്ട് വലിയ മേഖലയിൽ ഉത്തർപ്രദേശിലും മറ്റും ഒരു വലിയൊരു കുളം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്ര 40 അടി താഴ്ച, 20 അടി നീളം, 15 അടി വീതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പറയുന്നത് കേരളത്തിൽ ചിലപ്പോൾ ഒട്ടും പ്രാപ്യമല്ല, പ്രായോഗികവുമല്ല. അപ്പോൾ അതനുസരിച്ച് പ്രാദേശിക തലത്തിൽ, സൂക്ഷ്മതലത്തിൽ പഞ്ചായത്തുകൾക്ക് ഇത് വേണ്ട നിർദ്ദേശം നൽകി മാറ്റാം. ആ നിലയ്ക്ക് അസറ്റ് ക്രിയേഷൻ നടത്തും. അപ്പോൾ ഗ്രാമീണ തലത്തിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിനകത്ത് പ്രത്യേകതയാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളും പ്രാദേശിക തലത്തിൽ സൂക്ഷ്മതലത്തിലും മാറ്റങ്ങൾ വരുത്തി ആവശ്യത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് കൊണ്ട് ഇത് കുറച്ചുകൂടി റീജിയൻ സ്പെസിഫിക്കാണ്. ആ റീജിയൻ സ്പെസിഫിക് ആകുമ്പോഴുള്ള ഗുണം നമ്മുടെ ഇന്ത്യയിലെ വലിയൊരു രാജ്യമെന്നുള്ള നിലയിൽ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്, പ്രദേശത്തിൻ്റെ മണ്ണിന് വ്യത്യാസമുണ്ട്, കൃഷിയുടെ രീതിയിൽ വ്യത്യാസമുണ്ട്, ലഭ്യതയിൽ വ്യത്യാസമുണ്ട്. അതനുസരിച്ചുള്ള പദ്ധതികൾ മാറ്റി അതാത് സംസ്ഥാനങ്ങൾക്കും അതാത് ജില്ലകൾക്കും അതാത് ബ്ലോക്ക് തലത്തിലും താഴെ തട്ടിൽ പഞ്ചായത്ത് തലത്തിലും മാറ്റങ്ങൾ വരുത്താം. അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ഈ പദ്ധതിക്ക് മുൻ പദ്ധതിയേക്കാൾ കൂടുതൽ സുതാര്യവും ഫ്ലെക്സിബിളുമാണെന്ന് പറയാം. സർ, ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പ് എത്രത്തോളം പ്രയോജനപ്പെടും? അല്ല, ഇത് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയെ ഫോക്കസ് ചെയ്തതാണ്. മുൻപുള്ളതിനേക്കാൾ വ്യത്യാസമുള്ളത് ഇത് പ്രാദേശിക തലത്തിൽ അതിൻ്റെ ഇനിഷ്യേറ്റീവ്സും നടപടികളും കൊണ്ടുവരുന്നു. അതൊരു പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജലസുരക്ഷ എന്നുള്ളത് മുമ്പ് കാണാത്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജലത്തിൻ്റെ ദൗർബല്യമുള്ള മേഖലയിൽ അതെങ്ങനെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് വഴി പ്രിസർവ് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങൾ പ്രസക്തിയുണ്ട്. പിന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരിക, പിന്നെ ജീവിത നിലവാരത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഗ്രാമീണ മേഖലയെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കാർഷിക മേഖലയ്ക്ക് വേണ്ട ഊന്നൽ നൽകുമ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്താൻ ഗ്രാമീണ മേഖലയിൽ അവസരം സൃഷ്ടിക്കുകയും അതുവഴി ഗ്രാമീണ മേഖലയിൽ ആസ്തികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി മാത്രമല്ല, വാസ്തവത്തിൽ ഇതിനകത്ത് സ്വയം ശാക്തീകരിച്ച് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് കൂടുതൽ പ്രാദേശിക തലത്തിൽ ശാക്തീകരണം വരുമ്പോൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി ആ മേഖലയെ കൂടുതൽ ബലപുഷ്ടിയാക്കുക എന്ന് പറയുമ്പോൾ കാർഷിക രംഗം ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖല തന്നെയാണ്. അതാണ് ഇതിനകത്ത് വന്ന ഒരു പ്രത്യേകത. അത് തീർച്ചയായിട്ടും രാജ്യം
കൂടുതൽ പുരോഗതിയിലേക്ക് വരികയാണ്. ആ ഗ്രാമീണ മേഖലയിൽ പോലും അർബൻ ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഗ്രാമീണ മേഖലയിൽ നാഗരിക സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. ഇതൊക്കെ മുൻപ് കാണാത്ത ചില ആശയങ്ങളാണ്. കാരണം രാജ്യം വലുതാകുമ്പോൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, കണക്ടിവിറ്റി കൂടുതൽ ശക്തമാകുമ്പോൾ നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം കുറയും. പഴയ കാലത്ത് റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അർബൻ വരുന്നില്ല, നഗരമേഖലയിലുള്ള വളർച്ച ഗ്രാമീണ മേഖലയിലേക്ക് വരുന്നില്ല. രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ധ്രുവീകരിക്കപ്പെട്ടിരുന്നു. ആ ധ്രുവീകരണം കുറച്ച് പഴയ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ വളരെ പ്രസിദ്ധമായൊരു സിദ്ധാന്തമുണ്ട്, പ്രൊവൈഡ് അർബൻ ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, PURA. ഇന്ന് ആ സംവിധാനത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കണക്ടിവിറ്റി വരിക, റോഡുകൾ വികസിക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക, സ്കൂളുകൾ ഉണ്ടാവുക, കൃഷിക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ, സൂക്ഷ്മതലത്തിലുള്ള വ്യവസായങ്ങൾ വളർത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗ്രാമീണ തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ജനങ്ങൾ കൂടുതൽ ശാക്തീകരിക്കുകയും, പിന്നെ ഇലക്ട്രിസിറ്റി ആയാലും ജലത്തിൻ്റെ അവസരമായാലും റോഡിൻ്റെ കണക്ടിവിറ്റി ആയാലും മറ്റ് കമ്മ്യൂണിക്കേഷൻ സാഹചര്യങ്ങളായാലും പഴയ കാലത്തുള്ളതിനേക്കാൾ പുരോഗതി ഉണ്ടാകണമെന്നും ആ പുരോഗതി സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി ഡിജിറ്റലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും വളരണം. ഇവിടെ അതും പ്രത്യേകിച്ച് ഈ പദ്ധതിയിൽ പറയുന്നുണ്ട്. ഈ കണക്ടിവിറ്റി മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റലായിട്ട് കൂടുതൽ ആൾക്കാരെ ശാക്തീകരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി വളർന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലവസരങ്ങൾക്ക് തന്നെ മാറ്റമുണ്ടാകും. ഇപ്പോൾ കാർഷിക മേഖല വളരുന്നു, അതോടൊപ്പം തന്നെ വ്യവസായ മേഖല വളരുന്നു. അത് ചിലപ്പോൾ ചെറുകിട വ്യവസായങ്ങളായിരിക്കും, ആയിക്കൊള്ളട്ടെ. ആ ചെറുകിട വ്യവസായങ്ങൾ പിൽക്കാലത്ത് കൂടുതൽ വൻ വ്യവസായങ്ങളിലേക്ക് വഴിതെളിയിക്കും. പിന്നീട് സർവീസ് മേഖല വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ നിലയിൽ ഇപ്പം ഗ്രാമീണ മേഖലയിൽ തന്നെ സ്കൂളും കോളേജും മറ്റ് വ്യവസായശാലകളും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അത് കുറച്ചുകൂടി ഒന്ന് ശാക്തീകരിക്കുക. അതുവഴി ഗ്രാമീണ മേഖല കൂടുതൽ കണക്ടിവിറ്റിയിലും വികസനത്തിൻ്റെയും പങ്കാളിയാവുക. തീർച്ചയായിട്ടും ഇന്ത്യ ഗ്രാമങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഗ്രാമങ്ങൾ പട്ടിണി കൊണ്ടല്ല, അവസരങ്ങൾ കൊണ്ട് സമൃദ്ധമാകണം. അതിലേക്കുള്ള ലക്ഷ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ദിവസവേതനത്തിൽ കുറവ് വരുമോ എന്നൊരാശങ്ക തൊഴിലുറപ്പ് പദ്ധതിയുടെ പല ഗുണഭോക്താക്കളും പങ്കുവച്ചിരുന്നു. ഇതേക്കുറിച്ച് ബില്ലിൽ പ്രത്യേക എന്തെങ്കിലും വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊരു വിഷമമായിരുന്നു. ചില സംസ്ഥാനങ്ങൾക്കൊക്കെ ദിവസവേതനം കുറയും, 100 ദിവസം തയ്ക്കാൻ വേണ്ടി ഉള്ള വരുമാനത്തെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉള്ളത് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. അത് പറ്റില്ല. നമുക്കിനി എന്തായാലും മിനിമം വേജ്, ഏറ്റവും കുറഞ്ഞ വേതനം അതിനി താഴോട്ട് പോകാൻ പറ്റില്ല. ഈ ആക്റ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത 125 ദിവസം ഏറ്റവും കുറഞ്ഞത് വേതനം വേണമെന്നുള്ളതാണ്. അപ്പോൾ മെച്ചപ്പെട്ട വേതനം വരികയും വേണം, 125 ദിവസം ഏറ്റവും കുറഞ്ഞ ദിവസം വേണമെന്ന് പറയുമ്പോൾ കൂടുതൽ അവസരങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴയതിൻ്റെ ആക്ഷേപത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ 20 വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കാൽവയ്പ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് 100-ൽ നിന്ന് 125-ലേക്ക് വന്ന വലിയൊരു കുതിപ്പാണ്. ഇത് ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുമാനം കുറയുന്നില്ല, കൂടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ 100 എന്നുള്ളത് 125 മാറി. അപ്പോൾ ഒരു ഗുണമേന്മയാണ് അവിടെ വരുന്നത്. ക്വാണ്ടിറ്റി വൈസും ഗുണപരമായും വളരുന്നു. 125 ഏതാണ്ട് 25% വളർച്ച വന്നില്ലേ 100-ൽ നിന്ന് 125 അത് കൂടുതൽ തൊഴിലവസരങ്ങളല്ലേ നൽകുന്നത്. ആ മാറ്റമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉണ്ടാകുന്നൊരു പ്രത്യേകത, നമ്മൾ സാങ്കേതിക മേഖലയിലും ഡിജിറ്റൽ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ അത് ഗ്രാമീണ മേഖലയിൽ അതിനുള്ളൊരു വ്യത്യാസവും അതിനുള്ളൊരു വ്യക്തതയും അതിൻ്റെ ഒരു ശക്തിയും സ്വാധീനവും വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് കാർഷിക രംഗത്ത് പഴയ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതാണ്ട് 80% ആൾക്കാർ കാർഷിക വൃത്തിയിൽ മാത്രമാണ് ജീവിച്ചിരുന്നത്. അത് കുറേശ്ശെ മാറി വന്ന് സമീപകാലത്ത് വന്ന് 60% ആൾക്കാർ കാർഷികേതര മേഖലയിലും 40% ആൾക്കാർ കാർഷിക മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇനിയുള്ള സാങ്കേതിക യുഗത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ ശാസ്ത്രീയപരമായ കാർഷിക സമ്പദ് വ്യവസ്ഥയും അതുവഴി കർഷകർക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു 15% ആൾക്കാർ തന്നെ കാർഷിക രംഗത്ത് നിന്നാൽ പോലും അവർക്ക് ഈ രാജ്യത്തിൽ ആവശ്യത്തിനുള്ള ആഹാരം പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പാദനക്ഷമത നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കാർഷിക രംഗത്ത് നിന്ന് കുറച്ച് പേരെങ്കിലും സാങ്കേതിക രംഗത്തും വ്യവസായ രംഗത്തും സേവന മേഖലയിലേക്ക് മാറും. ഈ പദ്ധതിയിൽ കൂടി മൈക്രോ തലത്തിൽ, സൂക്ഷ്മതലത്തിൽ നൈപുണ്യ വികസനത്തിനുള്ള സാഹചര്യം നൽകുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
ഏകോപനം ലെമി ജി നായർ. നിർവഹണ സഹായം കാർത്തിക വിശ്വംഭരൻ, ലിഖിത വിജയൻ.